കാസ്പിയൻ കടലിൽ അസർബൈജാൻ സായുധ ഡ്രോണുകൾ നിർമ്മിച്ചു എന്ന പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളിത് നിർമ്മിച്ചത് എന്നാണ് അസർബൈജാൻ പറയുന്നത്. നിലവിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പങ്കാളിത്തവുമില്ലാത്ത പിന്തുണയുമില്ലാത്ത ഒരു രാജ്യമാണ് അസർബൈജാൻ. ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന രാജ്യം എന്ന് ഏറെക്കുറെ പറയാൻ വേണ്ടി പറ്റും. എന്നാൽ അവർ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യവുമാണ്. ഇപ്പോഴത്തെ നിലവിൽ കാസ്പിയൻ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് അസർബൈജാൻ സായുധ ഡ്രോണുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും നിലവിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. യുദ്ധരംഗത്ത് ചിത്രത്തിലില്ലാത്ത രാജ്യത്തിൻ്റെ പേരാണ് അസർബൈജാൻ. അസർബൈജാനിൽ സാൽവേ എന്ന് പറയുന്ന കപ്പൽ, അത് തുർക്കി നിർമ്മിത ആളില്ലാത്ത ഗൺബോട്ടുകളാൽ പ്രവർത്തിക്കാൻ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അസർബൈജാൻ ഇതിനെ ന്യായീകരിച്ച് പറയുന്നു. എന്താണ് സുരക്ഷാ സംവിധാന പ്രശ്നങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഇവിടെ ഈ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ റഷ്യ, ജോർജിയ, അർമേനിയ, ഇറാൻ, തുർക്കി, പിന്നീട് കാസ്പിയൻ കടലിടുക്ക്, ഈ മേഖലയാണ് വരുന്നത്. അതിൽ റഷ്യയും ഇറാനും ഒക്കെ ഏറെക്കുറെ ഒരേ നയങ്ങളും നിലപാടുള്ള രാജ്യമാണ്. തുർക്കി കുറച്ച് വ്യത്യസ്തമാണ്. അർമേനിയയായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് അമേരിക്ക ഇടപെട്ട് പരിഹരിക്കാറുണ്ട്. ഈ മേഖല ഇത്രയും രാജ്യങ്ങൾക്കിടയിൽ ഏകദേശം മധ്യത്തിൽ നിൽക്കുന്ന മേഖലയാണ്. മുൻപ് അസർബൈജാനെ ശ്രദ്ധിക്കപ്പെട്ടത് 2024, അതായത് കഴിഞ്ഞ വർഷം മെയ് 19 ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ഈ മേഖലയിൽ വെച്ചാണ്. അദ്ദേഹം അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പറന്നു പോകുന്നതിനിടയിലാണ് മലയിടുക്കിൽ എവിടെയോ ഈ പ്രകൃതി പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായ കാരണത്താൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും അതിൻ്റെ കൃത്യമായിരിക്കുന്ന രൂപം പുറത്തു വന്നിട്ടില്ല. പല തലത്തിലുള്ള അന്വേഷണത്തിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്ന് മനസ്സിലായിട്ടില്ല എന്നതിനാൽ ആ അധ്യായം ഏറെക്കുറെ ക്ലോസ് ചെയ്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. ഇറാന് പ്രത്യേകമായ രീതിയിൽ അന്വേഷണം നടത്തി, റഷ്യ നടത്തിയിട്ടുണ്ട്, തുർക്കി നടത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ എവിടെയും മറ്റുള്ള ഏതെങ്കിലും ബാഹ്യശക്തിയുടെ ഇടപെടൽ കണ്ടിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സംശയത്തിന് ഇടവരുന്നത് 3 ഹെലികോപ്റ്ററാണ്. അതിൽ 2 ഹെലികോപ്റ്റർ സുരക്ഷാ ഹെലികോപ്റ്ററാണ്. ഒന്നിലാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, അന്നത്തെ വിദേശകാര്യമന്ത്രി, അസർബൈജാന്റെ ഗവർണർ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന രാജ്യത്തിലെ പ്രമുഖരായിരിക്കുന്ന 5 രാഷ്ട്ര നേതാക്കൾ സഞ്ചരിച്ചത് ഒരേ ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. യഥാർത്ഥത്തിൽ പ്രോട്ടോകോളിന്റെ ലംഘനമാണ്. ഇത്രയും ആളുകൾ ഒരേ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ വേണ്ടി പാടില്ല. 3 ഹെലികോപ്റ്ററുകളും ഡിവൈഡ് ചെയ്തിട്ട് ആളുകൾ സഞ്ചരിക്കണം. പക്ഷേ എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. അസർബൈജാനിൽ ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം റൈസി ഇവിടെ എത്തുന്നത്. അപ്പോൾ ആ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. റഷ്യ, ഇറാന്, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അവയുടെ പ്രതിരോധ ശക്തിയും ചില സാഹചര്യങ്ങളിലെല്ലാം അസർബൈജാന്റെ നയത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്നു എന്നതിനാലാണ് ഇത്തരം ഒരു സംവിധാനം എന്ന് ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നു. മറ്റൊരു ഭാഗം പറയുന്നത് റഷ്യയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പ്രവൃത്തി ആരംഭിച്ചത് എന്ന് പറയുന്നത്. റഷ്യ എന്ന് പറയുന്ന സമയത്ത് പുട്ടിനെ ലക്ഷ്യം വെച്ചിട്ട് അതിന് പിന്നിൽ അമേരിക്കയാണ് എന്നും പറയുന്നു. ഈ മേഖല കൂടി യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മേഖലയായിട്ട് ഇത് അവസാനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും തങ്ങൾക്ക് സപ്പോർട്ടുള്ള രാജ്യങ്ങളെയും എതിർപ്പുള്ള രാജ്യങ്ങളെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നിട്ടുണ്ട്. ബൈഡന്റെ കാലത്തിൽ അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ട്രംപിന്റെ കാലത്ത് ഏറെക്കുറെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനെ പോലെയുള്ള എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സൈനികപരമായിരിക്കുന്ന സംവിധാനത്തിന് അല്ലെങ്കിൽ നീക്കുപോകുകൾക്കോ ഉണ്ടാകാനും നിരീക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പ്രധാനമായിട്ട് കാണുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധം, അതായത് യുദ്ധത്തിന് ഏറെക്കുറെ ഒരു യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ സാധ്യതയിലേക്ക് അതിശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ രീതികളൊക്കെ മാറിക്കഴിഞ്ഞാൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ ആക്രമണം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ
ആയുധങ്ങൾ വെച്ച് ആക്രമണം നടത്തണമെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് സൗഹൃദം ശക്തമാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നും പറയുന്നു. പിന്നെ രണ്ടാമത്തെ ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യം തന്നെയാണ്. ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു നയങ്ങളെയും ഒരു നിലപാടിനെയും ഒരു സമീപനത്തെയും ഒരു കാലത്തും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. സംഭവം കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് പുടിൻ, അതൊരു കൃത്യമാണ്. അവർ വലിയ രീതിയിൽ സൗഹാർദ്ദ ചർച്ചകൾ നടത്തിയിട്ട് 4 മണിക്കൂറോളം അടച്ചിട്ട റൂമിൽ ചർച്ച നടത്തി എന്നൊക്കെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്നാൽ എവിടെയും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വെറുതെ ഒരു സന്ദർശനം നടത്തി മടങ്ങിപ്പോയി എന്നതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ റഷ്യക്കോ സാധിച്ചിട്ടില്ല. റഷ്യ അവരുടെ നയനിലപാടിന് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. പിന്നെ അതിനുശേഷം എത്തിയ ആള് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്ല എന്നുള്ളതും അയാളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള ചർച്ച വേറെയും പുറത്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ വിരളി പിടിപ്പിക്കുന്ന കാര്യമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് തൊട്ടതോട് കൂടിയിട്ട് ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു അകൽച്ച സ്വാഭാവികപരമായിട്ട് അമേരിക്കക്കുണ്ട്. ഇത് യോജിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് സാധിക്കുന്നില്ല. ഓരോരോ ദിവസം അകന്ന് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതിനോടനുബന്ധിച്ച് എത്രത്തോളം അകൽച്ച ഉണ്ടോ ഈ അകൽച്ചയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റു ലോക രാജ്യങ്ങൾ റഷ്യയോടും ചൈനക്കും പിന്തുണ നൽകിക്കൊണ്ട് അരങ്ങേറ്റം നടത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പ്രത്യേകിച്ച് അറബ് രാജ്യത്തിലൊക്കെ അത് കാണുന്നുണ്ട്. എല്ലാ കാലത്തും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ചൈനക്കും റഷ്യയുടെയും നിലപാടിനനുസരിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങളും കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിളറി പിടിപ്പിച്ച കാര്യമാണ്. എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം, തങ്ങൾ എതിർക്കുന്ന സമയത്ത് എങ്ങനെ പ്രതിരോധം ഉണ്ടാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ചർച്ച നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണതയിലെത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരെ ഏറെ മുഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സമയത്ത് അത് അമേരിക്കക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ബുദ്ധിപരമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരമൊരു പ്രവൃത്തി നടത്തുന്നത് എന്നതുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്.